ഹായ് ഗൈസ്, ഈ ഒരു ചാനൽ ഉണ്ടാക്കിയതിന് ശേഷം അധികം വീഡിയോസ് ഒന്നും ഇടാറില്ലായിരുന്നു. സാധാരണ നമ്മൾ മെയിൻ ചാനലിൽ പോലും കൂടുതൽ വീഡിയോസ് ഇടുന്നതൊക്കെ വളരെ കുറവാണ്. ഇന്ത്യൻ സിനിമകൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ചാനൽ ഞാൻ ഉണ്ടാക്കിയിരുന്നത്. കഴിഞ്ഞ 60 ദിവസമായിട്ട് ലാസ്റ്റ് ഒരു വീഡിയോ പോലും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോസുകളൊക്കെ ഇന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം മുമ്പേ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് സിനിമകളുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് പറയാമെന്ന് വിചാരിച്ചു. ലാഫിംഗ് ബുദ്ധ എന്നൊരു സിനിമ 2024 പുറത്തിറങ്ങിയ ഒരു കന്നഡ ലാംഗ്വേജ് മൂവിയാണ്. നല്ലൊരു കോമഡി ഫിലിമാണ്. ടോട്ടലി ഒരു കോമഡി, എന്താ പറയുക, എൻ്റർടൈനറാണ്. ഒരു ഫൺ മൂവിയാണ്. കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്. കന്നഡ മൂവീസിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും ഉണ്ട്. ഫസ്റ്റ് ഇത് കോമഡി ജോണർ ആയതുകൊണ്ട് തന്നെ നമുക്കിതിലധികം ലോജിക്കോ അതിലങ്ങനെ വലിയ സംഭവങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ സിനിമയിലെ നായകൻ. അപ്പോൾ ഇദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഒരു കോൺസ്റ്റബിളാണ്. അപ്പം നീരൂർ എന്ന് പറഞ്ഞിട്ടുള്ള കർണാടകയിലുള്ള ഒരു സ്ഥലത്തെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് ഇവരും ഇദ്ദേഹത്തിൻ്റെ ബാക്കി സഹപ്രവർത്തകരെല്ലാവരും കൂടെ, ഒരു SI ഉണ്ട്, എല്ലാവരും കൂടെ വളരെ സന്തോഷമായിട്ട് കേസുകളൊക്കെ അന്വേഷിച്ച് കുറച്ച് ഫൺ കാര്യങ്ങളൊക്കെ ചെയ്ത് വരികയാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവുകയും ആ പ്രശ്നത്തിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരു മാധ്യമപ്രവർത്തകരൻ ചോദിക്കുകയാണ്, ഈ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാവരും ഫിറ്റാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതായത് എല്ലാവരും പൊണ്ണത്തടിയുള്ളവർ, എന്നെ പോലെ നല്ല വയറൊക്കെ ഉള്ള ആളുകളായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പോലീസുകാരനാവുന്നത് വരെ മാത്രം മതിയോ ഈ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിനുശേഷം ഒന്നും വേണ്ടേ? ഒരു കള്ളനെ എങ്ങനെയാണ് ഓടിച്ചിട്ട് പിടിക്കാൻ പറ്റുക? ഇവരുടെ ഹെൽത്ത് പ്രശ്നങ്ങൾ എല്ലാം നോക്കണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ കമ്മീഷണറും അത്യാവശ്യം നല്ല രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെയുള്ള എല്ലാവരെയും തൂക്കം നോക്കുന്നു. നമ്മളെ ഗോവർദ്ധൻ അത്യാവശ്യം നല്ലൊരു ഫുഡിയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വെയിറ്റ് 100 കൂടുതലാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്താ പറയുക, ഫുഡിനോട് ഒരു നോ പറയാൻ പറ്റുന്നില്ല. പക്ഷേ തനിക്ക് ഉണ്ടായിട്ടുള്ളൊരു മാനനഷ്ടം, തന്നെ എല്ലാവരും കളിയാക്കി, തൻ്റെ കൂട്ടുകാർ കളിയാക്കുന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭാര്യ ഇന്ന് ഏട്ടാ ഇതും കൂടെ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അദ്ദേഹത്തിനെ നിർബന്ധിക്കുന്നു. അപ്പോഴൊന്നും അദ്ദേഹത്തിന് ഒരു മൈൻഡ് വരുന്നില്ല. ഈ സമയത്ത് 3 മാസം സമയം കൊടുക്കുകയാണ് തടി കുറയ്ക്കാനായിട്ട്. ഇദ്ദേഹം നല്ല രീതിയിലൊക്കെ തടി കുറയ്ക്കാനൊക്കെ ആരോഗ്യ ചികിത്സയും മറ്റേ നാച്ചുറൽ ചികിത്സയും പിന്നെ എന്താ പറയുക, ഒരുപാട് യോഗയും അങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും ഒക്കെ ഒരു ഫൺ മൂഡിലാണ് കാണിക്കുന്നത്. അതിനിടയ്ക്ക് ചെറിയൊരു കേസ് ഇദ്ദേഹത്തിന് കിട്ടുകയാണ്. ഒരു കള്ളനെ പിടികൂടുകയാണ്. 25 ലക്ഷം രൂപ തട്ടിച്ച് കടന്നു കളഞ്ഞ പോലീസ് പിടിയിലായിട്ടുള്ള ഒരു കള്ളനെ. അപ്പോൾ ഈ കള്ളന് പോലീസുകാർ മർദ്ദിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ്റെ അടി കൊണ്ടിട്ട്, ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് അടി കൊണ്ടിട്ട് ഇദ്ദേഹം ഹോസ്പിറ്റലിലാവുന്നു. അദ്ദേഹം അംനീഷ്യ പിടിപെടുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഓർമ്മ വരുന്നത് വരെ എന്താ പറയുക, പോലീസ് സ്റ്റേഷനിൽ വെക്കാൻ പറ്റില്ല. കാരണം 25 ലക്ഷം രൂപ ഒരു ഇല്ലീഗൽ മണിയാണ്. അപ്പോൾ അത് പുറത്ത് കൊണ്ടുവരരുതെന്ന് പോലീസ് ഉദ്യോഗസ്ഥരോടൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ഇവർക്ക് കേസ് എടുക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ അത് പുറത്ത് എങ്ങനെ കൊണ്ടുവരാം? പോലീസ് സ്റ്റേഷനിൽ എന്തായാലും ഇടാൻ പറ്റില്ല. എന്നാൽ പിന്നെ ഗോവർദ്ധൻ ഏതായാലും ലീവൊക്കെ എടുത്ത്, എന്താ പറയുക, തൻ്റെ ശരീരം പുഷ്ടിപ്പെടുത്താനായിട്ട് ലീവൊക്കെ എടുത്ത് ഇരിക്കുകയാണ്. ഗോവർദ്ധൻ്റെ വീട്ടിലേക്ക് അയക്കാം എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തിനെ ഗോവർദ്ധൻ്റെ വീട്ടിലേക്ക് അയക്കുന്നത് പിന്നീട് നടക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളുമാണ് ഈ ഒരു സിനിമ. ഈ സിനിമയുടെ കഥ ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ടോട്ടലി ഒരു കോമഡി ഫിലിം ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ലോജിക്കൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ആസ് യൂഷ്വൽ എല്ലാ കന്നഡ സിനിമകളിലും ഉണ്ടാകുന്ന ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, അനാവശ്യമായിട്ടുള്ള ആർട്ടിസ്റ്റുമാരെ കൊണ്ട് അത്യാവശ്യം കൂടുതൽ പണിയെടുപ്പിക്കുക. അതായത് എന്താ പറയുക, ഈ മുത്തച്ഛന്മാർ, ബാക്കിയുള്ള ചെറിയ ആർട്ടിസ്റ്റുകൾ, ഇവരെ കൊണ്ടൊക്കെ ഒരു പാട്ട് പാടിപ്പിക്കുക, ഇവരെ കൊണ്ടൊക്കെ ഒരു ഡാൻസ് കളിപ്പിക്കുക. അനാവശ്യം, ഒരു രസവും ഇല്ല. അവർ മോശമാണെന്നല്ല, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇത് കണ്ടു കഴിഞ്ഞാൽ, ഇവർ ഡാൻസ് കളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടും, ഫാമിലി ഓഡിയൻസ് ചിരിക്കും. ഈ മുത്തശ്ശൻ ഇങ്ങനെ പാടി രസിച്ച് കളിക്കുന്നതൊക്കെ ഉണ്ടാവില്ല. വയസ്സായ ആൾക്കാർ, മുത്തശ്ശൻ എന്ന് പറയുന്നില്ല, ഏതൊരു വയസ്സായ ആളുകളാണെങ്കിലും സ്ക്രീനിൽ വന്നു പോകുന്ന ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, ജൂനിയർ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, ഇവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കളി കളിക്കുന്ന സമയത്ത് ഇത് ഫാമിലി ഓഡിയൻസിന് ഭയങ്കര ഫണ്ണാവുമെന്ന് വിചാരിച്ചിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് ഒരുവിധം എല്ലാ കന്നഡ സിനിമയിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് ഈ സിനിമയിലും ഉണ്ട്. ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിച്ചാണ് ഈ സിനിമയിലൂടെ ഞാൻ പറയാം. ഇനിയും ഭാവിയിൽ കാണുമ്പോൾ ഞാൻ അതും കൂടെ നോട്ട് ചെയ്തിട്ട് പറയാം. അപ്പോൾ അത് ഈ സിനിമയിലുണ്ട്. പിന്നെ ഒരു ഫൺ മൂഡിലാണ് സിനിമ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് ഒരു ഫൺ മൂഡിൽ തന്നെയുള്ളൊരു എൻഡിങ് കൂടെയാണ്. രസമുണ്ടായിരുന്നു. പിന്നെ ഒരു സീരിയൽ കാണുന്ന പോലെ, 2-3 സീരിയൽ ഒരുമിച്ച് കാണുന്നത് പോലെയുള്ള ഒരു ഫൺ സിനിമ മാത്രമാണ് ലാഫിംഗ് ബുദ്ധ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. സമയമുള്ളപ്പോൾ മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന സിനിമയൊന്നുമല്ല. ഞാൻ കണ്ടു, അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം. സീ യു.